ആലിലം കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൂഗിൾ വെബ് ബ്രൗസറിൽ നമുക്ക് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. DMW സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും, കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പ് എന്നുള്ളിടത്ത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് PJMS എന്നാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 25/11 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഡേറ്റ് വരുന്നത് 18/12, 18-ാം തീയതി വരെ ഡിസംബർ മാസം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ആർക്കൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഉണ്ട് 2022-23 അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SSLC, THSLC, +2, VHSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുന്നവർക്കും ബിരുദതലത്തിൽ 80% മാർക്കോ ബിരുദാനന്തര ബിരുദത്തിൽ 75% മാർക്കോ നേടുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് 2023. ഇതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതിനകത്ത് കറക്റ്റ് എലിജിബിലിറ്റിയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും അവർ പറയുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ കാണാൻ വേണ്ടി പറ്റും, കണ്ടോ ഇവിടെ സൈഡിൽ. പിന്നെ അത് സ്കോളർഷിപ്പ് അവാർഡ് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്, എലിജിബിലിറ്റി എന്താണ്, ഏതെങ്കിലും മൈനോറിറ്റി വിഭാഗമായിരിക്കണം, പിന്നെ ആനുവൽ ഇൻകം 8 ലക്ഷത്തിൽ കൂടരുത്, പിന്നെ പാസ് ഇൻ ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജിലായിരിക്കണം പാസ്സായിട്ടുണ്ടാവേണ്ടത്, പിന്നെ നേറ്റീവ് ഓഫ് കേരള ആയിരിക്കണം. അപ്പം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ നമുക്കിവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ പറയും ഇഫ് യു ഓൾറെഡി രജിസ്റ്റേർഡ് വിത്ത് DMW സ്കോളർഷിപ്പ് ഡു ആപ്ലിക്കൻറ്റ് ലോഗിൻ. അപ്പോൾ ഇതിന് മുമ്പ് ഇതിനകത്ത് എന്തെങ്കിലും വേറെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഗിൻ വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പ്ലീസ് യൂസ് യുവർ SSL ഓർ 10th സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുക കേട്ടോ. മുൻപ് ഏതെങ്കിലും ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അത് വെച്ച് നമുക്കിവിടെ ലോഗിൻ കാണാൻ പറ്റും, കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലാത്തവർ ചെയ്യുമ്പോൾ ഇവിടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ആണ് കേട്ടോ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അപ്പം ഏതാണെന്ന് വെച്ചാൽ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള സ്റ്റേറ്റ് കൊടുക്കുക. ശേഷം റോൾ നമ്പർ, നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ റോൾ നമ്പർ കൊടുക്കുക. നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇയറും കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ രജിസ്ട്രേഷൻ ID വരുന്നതായിരിക്കും. അപ്പോൾ ഈ ID നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ ഫോണിൽ മെസ്സേജ് വരുത്തുണ്ടാവില്ല, നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഡിലേ ഉണ്ടാവും. അപ്പോൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മറക്കരുത്. അത് വെച്ചാൽ അതാണ് നമ്മുടെ ലോഗിൻ ID. അപ്പോൾ ആ ID വെച്ചേ നമുക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈ രജിസ്റ്റർ നമ്പറും പാസ് ഇയറും കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്ട്രേഷൻ ID വരുന്നതായിരിക്കും. ആപ്ലിക്കൻ്റെ നെയിമും ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫോൺ നമ്പറും നമ്മുടെ മെയിൽ ID കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വരുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും. പിന്നെ അഡ്രസ്സ് നോക്കുക, ഫോൺ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, പിന്നെ നമ്മൾ ഏതാണോ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ
എവിടെ നിന്നാണോ പഠിച്ചത് ആ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡിഗ്രിക്കാണ് അപ്ലൈ ചെയ്യുന്നവർ, ഡിഗ്രി കഴിഞ്ഞ് ഉള്ളവരാണെങ്കിൽ ആ ഡിഗ്രിയിലെ മാർക്ക് വെച്ചാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി എവിടെയാണോ പഠിച്ചത് അവിടുത്തെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഡീറ്റെയിൽസ് കൊടുക്കുക, സ്റ്റേറ്റ്, സ്ട്രീം, ഇയർ എല്ലാം കൊടുക്കുക. പിന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അതും ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ യൂസർ ID അത് ഓട്ടോമാറ്റിക് വരുന്നതായിരിക്കും നമുക്ക് മുകളിൽ വരുമ്പോൾ. അതിനുശേഷം നമ്മളൊരു ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണോ ഇപ്പോൾ നെയിം വെച്ച് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക, അതിനുശേഷം നെയിം, പിന്നെ ഒരു അറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സിമ്പിൾ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ ഏതെങ്കിലും നമ്പർ കൊടുക്കുക. പിന്നെ റീഎൻറ്റർ ചെയ്യുക പാസ്വേഡ്. അതിനുശേഷം ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ക്യാപ്ചയുടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആവുന്നതാണ്. അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓപ്ഷൻ വരുന്നത് ഒന്നും കൂടെ നമുക്ക് ഈ ഡീറ്റെയിൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യാൻ വരും. അത് വരുന്നവരാണെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ എനിക്കത് വന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ ലോഗിൻ പേജിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ, സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ നമ്പർ, ഇവിടെ രജിസ്ട്രേഷൻ ID ഉണ്ടാവില്ലേ, ആ നമ്പർ വെച്ച് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ലോഗിൻ എന്നുള്ളിടത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇയർ കൊടുത്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്കിവിടെ പേര് കാണാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ ആദ്യം വരുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഹോമിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കൊടുക്കാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. PMJ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പാണ്. അപ്പോൾ PMJ അല്ല, സോറി, PJM ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അപ്ലൈ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ പേജിനകത്തോട് ഡയറക്റ്റായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്കവിടെ നമ്മുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. അവിടെ നമുക്ക് ഒരു ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ SLC ബുക്ക്, ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ഇത്രയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ PDF ഫോർമാറ്റിലോ JPG ഫോർമാറ്റിലോ ഉള്ള ഫയൽസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 100 KB താഴെയുള്ള സൈസ് മാത്രമേ കേട്ടോ അലോഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് കറക്റ്റ് സൈസിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ ചൂസ് ഫയൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏതാണോ ഫയൽ വരുന്നത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഉണ്ടോ, ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഓരോന്ന് അപ്ലോഡ് ചെയ്ത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ചെയ്ത സമയത്ത്, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയാലും നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിനകത്ത് അപ്ലൈ എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഹോമിലോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ആ വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമുക്കിവിടെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വ്യൂ ഓർ പ്രിൻ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ പ്രിൻ്റ് ഔട്ട് വേണം നമ്മൾ കോളേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ നേരത്തെ ഏതാണോ പഠിച്ച കോളേജ് ഉണ്ടല്ലോ അവിടെയാണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നവരാണെങ്കിൽ
അതിന് മുന്നേ കഴിഞ്ഞ ഏതാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് അവിടെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർ PGക്ക് പഠിക്കുന്നവരാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിഗ്രി എവിടെയാണോ പഠിച്ചത് ആ കോളേജിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. നമ്മൾ ഇൻസ്ട്രക്ഷനൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം കോളേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് കോപ്പി ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചർ നമ്മൾ ഓൾറെഡി കൊടുത്തുകൊണ്ട് അതിനകത്ത് അറ്റാച്ചായി വരുന്നതായിരിക്കും. പിന്നെ പറയുന്നത് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫ്രം മാട്രിക്കുലേഷൻ ഓൺവേർഡ്സ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഓഫ് പെർമനൻറ്റ് അഡ്രസ് ഓർ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഫസ്റ്റ് പേജ് ഓഫ് ദ ബാങ്ക് പാസ്ബുക്ക്. അത് നമ്മുടെ നെയിമും നമ്പറും എല്ലാം കാണക്ക രീതിയിലുള്ള കോപ്പി ആയിരിക്കണം. പിന്നെ അക്കോമഡേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് ഹോസ്റ്റലേഴ്സ്, ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് അതിൻ്റെ അക്കോമഡേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്ലോഡല്ല, നമ്മൾ കോളേജിൽ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫോണിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.